വിവാദങ്ങൾക്ക് ശേഷം ഇടുക്കി വാഴത്തോപ്പിൽ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത റാപ്പർ വേടൻ തന്റെ ചില കാര്യങ്ങൾ അനുകരിക്കരുതെന്നും തന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നുവെന്നും ആരാധകരോടായി വേടൻ പറഞ്ഞു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ലേ വിധിച്ചത് നമുക്ക്, ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്, ചെറിയ പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്, കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ. നിങ്ങളെന്നെ കാണുന്നതും നിങ്ങളെന്നെ കേൾക്കുന്നതും ഞാൻ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ലേ മക്കളെ? നിങ്ങൾ ഉണ്ട് 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 എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പലയിടങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനിയന്മാര്, എന്നെ കേൾക്കുന്ന കൊച്ചനിയന്മാരും അനിയത്തിമാരും വേടന്റെ കുറെ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത്. ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. വേടൻ എന്നൊരു വ്യക്തി പൊതുസ്വത്താണ്. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ. നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്നെ കണ്ട് ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവാക്കിയോടെ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേട്ടന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും നന്ദി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ വലിയ ആൾക്കൂട്ടം എത്തും എന്നതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആള് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ഈ ദൃശ്യങ്ങളിൽ കാണാം. മറ്റൊന്ന്, മന്ത്രി റോഷി അഗസ്റ്റിനൊക്കെ വേദിയിലെത്തി വേടനുമായി സംസാരിച്ചു. വേടൻ സർക്കാരിന് നന്ദി പറയുന്നു. തൻ്റെ ദുശ്ശീലങ്ങളിൽ ചിലത് നിങ്ങൾ അനുകരിക്കരുത് എന്ന് വേടൻ പറയുന്നു, തെറ്റേറ്റു പറയുന്നു. സംഭവബഹുലമായിരുന്നു ഈ ഷോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ചെറുതല്ല വേടന് സർക്കാർ കൊടുക്കുന്ന പിന്തുണ എന്ന് വ്യക്തമാക്കുന്ന പരിപാടി കൂടിയായിരുന്നു വേടന്റെ ഇടുക്കിയിൽ ഈ റാപ്പ് ഷോ. മന്ത്രി റോഷി അഗസ്റ്റും അതുപോലെ തന്നെ KN ബാലഗോപാലിനും ഉൾപ്പെടെ ഈ വേടനെ പിന്തുണച്ചുകൊണ്ട് ഇന്ന് നടന്ന ഈ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുക കൂടെ ഉണ്ടായി. തെറ്റുതിരുത്തി സമൂഹത്തിന് മുന്നിലേക്ക് വന്ന വേടനെ ചേർത്ത് നിർത്തുകയാണ് ജനങ്ങളും സർക്കാരും എന്നായിരുന്നു റോഷി അഗസ്റ്റിൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും അതേ ആവേശത്തിൽ തന്നെ വേടനും വന്നു. വേടന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ആയിരങ്ങളാണ് ഈ വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ എത്തിയത്. അതിൽ കൂടുതലും യുവാക്കളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ഇവരെയും ഈ വേടനെ കാണുന്നതിന് വേണ്ടി അവിടെ തടിച്ചുകൂടി. വേടൻ എത്തുന്നതിന് മുൻപേ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി വേടന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രമല്ല, ഈ എന്റെ കേരളം സമാപന സമ്മേളനമായിരുന്നു. അതിന്റെ സമാപന സമ്മേളന പരിപാടി വെട്ടിച്ചുരുക്കിക്കൊണ്ട് വേടന്റെ പരിപാടി വേഗത്തിലാക്കുന്നതിനുള്ള നടപടി വരെ അവിടെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. എന്തായാലും 1 മണിക്കൂർ നീണ്ടു നിന്ന പരിപാടി, അതിൽ ഈ കാണികളായിട്ടുള്ള എല്ലാവരെയും ഇളക്കി മറിച്ചുകൊണ്ടാണ് വേടന്റെ പരിപാടി അവസാനിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സർക്കാരിന്റെ ഈ ഒരു അവസരം വേടൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേടൻ വലിയ തരത്തിലുള്ള നന്ദി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് നന്ദി എന്നാണ് വേടൻ പറഞ്ഞത്. മാത്രമല്ല, ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. വേടനെ കണ്ടു പഠിക്കരുതാത്ത ചില കാര്യങ്ങൾ തന്നിലുണ്ട്. അത് ഒരിക്കലും അതിൽ തന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന ആളുകൾ ആ കാര്യങ്ങൾ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടണം. മാത്രമല്ല, തനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കാണ് വളർന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഉപദേശം പോലെ വേടൻ ആ വേദിയിൽ വെച്ച് തന്നെ പരിപാടിക്കിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ഈ പരിപാടി നേരത്തെ കഞ്ചാവ് കേസിന്റെ സമയത്ത് ക്യാൻസൽ ചെയ്തതാണ്. പിന്നീട് ആ കേസൊക്കെ കഴിഞ്ഞ് ജാമ്യമൊക്കെ കിട്ടി. അതിനുശേഷം വീണ്ടും സർക്കാർ ആ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ഇടുക്കിയിൽ. അതിലാണ് വേടൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇടുക്കി വാഴത്തോപ്പിലായിരുന്നു സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വേടൻ്റെ ഈ ഷോയും അതിൽ ഈ വിശദീകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്.